السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. റഹ്മാനായ റബ്ബ് നമ്മുടെ നോമ്പും നിസ്കാരവും അനുബന്ധ കർമ്മങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ ചെറുതും വലുതുമായ മുഴുവൻ ദോഷങ്ങളും റബ്ബ് തആല വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമാകുന്ന മഗ്ഫിറത്തിന്റെ പത്തിന്റെ ആദ്യ രാത്രിയിലുള്ള ബറക്കത്ത് കൊണ്ട് റബ്ബ് തആല അവന്റെ സുഭിക്ഷമാകുന്ന മഴ നമ്മിലേക്ക് വർഷിപ്പിച്ചു തന്ന് അനുഗ്രഹിക്കട്ടെ. ബിഹഖ് നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. عن كعب بن عجرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم. മഹാനാകുന്ന കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹബീബായ തങ്ങളെ തൊട്ട് കഅബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇഹ്ലറുൽ മിമ്പർ ഫഹദർനാ. ഇഹ്ലറുൽ മിമ്പർ, എല്ലാവരും മിമ്പറിന്റെ അടുത്തേക്ക് സന്നദ്ധരാകൂ, മിമ്പറിന്റെ അടുത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങി വരൂ സഹാബത്തെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനാകുന്ന കഅബ് തങ്ങൾ പറയാം, ഫഹദർനാ, അങ്ങനെ ഞങ്ങൾ എത്തി, ഞങ്ങൾ മിമ്പറിന്റെ അടുത്തെത്തി. അപ്പൊ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ ഒന്നാമത്തെ പടി ചവിട്ടിയപ്പോൾ അവിടുന്ന് പറഞ്ഞു ആമീൻ. മിമ്പറിന്റെ ഒന്നാമത്തെ പടി ചവിട്ടിയിട്ട് അവിടുന്ന് റസൂലുള്ളാഹി സഹാബൽ കിറാമിനോട് തിരിഞ്ഞു നിന്നിട്ട് ആമീൻ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ചവിട്ടടിയും മുത്തനബി തങ്ങൾ ചവിട്ടി, എന്നിട്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞു ആമീൻ. മൂന്നാമത്തെ സ്റ്റെപ്പും ഹബീബായ മുത്തനബി തങ്ങൾ വെച്ചിട്ട് അവിടുന്നും പറഞ്ഞു ആമീൻ. മൂന്നാമത്തതായിട്ടും ആമീൻ പറഞ്ഞു. ഇത് കണ്ടപ്പോ മഹാന്മാരാകുന്ന സ്വഹാബുൽ കിറാം ഒന്ന് ബേജാറായി, ഒന്ന് അങ്കലാപ്പിലായി പോയി. എന്താ ഹബീബായ തങ്ങൾക്ക് പറ്റിയത്? എന്താണ് മുസ്തഫായ തങ്ങൾക്ക് പറ്റിയത്? മിമ്പറിൽ കയറി നിന്നിട്ട് റസൂലുള്ള അങ്ങനെ ആമീൻ പറയുന്നു. കേൾക്കുന്നതാണെങ്കിൽ ആരും ദുആ ചെയ്യുന്നില്ല, മുത്തനബി തങ്ങൾ അങ്ങനെ ആമീൻ പറയുന്നത്, എന്താണ് പറ്റിയത്? ഫലമ്മ നസല, അങ്ങനെ ഹബീബായ തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോ സ്വഹാബുൽ കിറാം പറയാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ലഖദ് സമിഅനാ മിൻകൽ യൗമ ശൈഅൻ മാ കുന്നാ നസ്മഉ. നബിയേ, ഇന്ന് അങ്ങയിൽ നിന്ന് കേട്ടതുപോലെ ഞങ്ങൾ ഇതിന്റെ മുമ്പ് കേട്ടിട്ടില്ലല്ലോ മുസ്തഫായ നബിയേ, എന്താണ് അങ്ങേക്ക് പറ്റിയത്? എന്താണ് അങ്ങ് ഇങ്ങനെ ആമീൻ പറഞ്ഞത്? എന്താണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു തരുമോ നബിയേ? ഫഖാല, അപ്പോൾ മുത്തനബി തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, ഇന്ന ജിബ്രീല അറളി, നിശ്ചയമായും ജിബ്രീൽ എൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടതാണ്. എന്നിട്ട് ഫഖാല, ജിബ്രീൽ എന്നോട് പറഞ്ഞു, ബഅദ ലിമൻ അദ്റക റമദാൻ ഫലം യുഗ്ഫറ ലഹു. ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നിട്ട് ജിബ്രീൽ എൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ജിബ്രീൽ പറഞ്ഞു, ബഅദൻ ലിമൻ അദ്റക റമദാൻ ഫലം യുഗ്ഫറ ലഹു. പരിശുദ്ധമായ റമദാൻ എത്തിയിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാത്ത ആരൊക്കെയുണ്ടോ അവൻ വിദൂരത്തായി പോവട്ടെ, അവനിക്ക് നാശം സംഭവിക്കട്ടെ എന്ന് മഹാനാകുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. അപ്പൊ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ ഒന്നാമത്തെ സ്വപ്നം കയറിയപ്പോ പറഞ്ഞ ആമീൻ. ഫഖാല, എന്നിട്ട് പുണ്യ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, രണ്ടാമത്തതായിട്ട് ഞാൻ കയറിയപ്പോ രണ്ടാമത്തതായി ഞാൻ ആമീൻ പറയാനുള്ള കാരണം, ഹബീബായ മുത്തനബിയോട് വീണ്ടും ജിബ്രീൽ പറഞ്ഞു, നബിയേ, അങ്ങയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ അവനും വിദൂരത്തായി പോകട്ടെ മുസ്തഫ. ആ സമയത്ത് ജിബ്രീൽ അങ്ങനെ ദുആ ചെയ്തപ്പോ അവിടെയും സഹാബത്തെ ആമീൻ എന്ന് ഞാൻ പറഞ്ഞു എന്ന് മുത്തുനബി തങ്ങൾ പറയാം. മൂന്നാമത്തതായിട്ടുള്ള സ്റ്റെപ്പും മൂന്നാമത്തതും കയറിയപ്പോ ഞാൻ ആമീൻ പറഞ്ഞത്, സഹാബത്തെ, ഫലം യദ്ഖുലാഹുൽ ജന്ന. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തതായിട്ട് ഞാൻ ആമീൻ പറഞ്ഞത്, ജിബ്രീൽ എന്റെ ചാര വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, മാതാ
മാതാക്കൾക്ക് ഗുണം ചെയ്യാത്തവൻ, അതല്ലെങ്കിൽ മാതാവിന് മാത്രം ഗുണം ചെയ്യാത്തവൻ, അതല്ലെങ്കിൽ പിതാവിന് മാത്രം ഗുണം ചെയ്യാത്തവൻ, ഫലം യദ്ഖുലാഹുൽ ജന്ന, അവൻ ഒരു നിലക്കും സ്വർഗ്ഗത്തിൽ കടക്കാതിരിക്കട്ടെ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു നിലക്കും ഓൻക്ക് സ്വർഗ്ഗപ്രവേശനം കൊടുക്കരുതേ എന്ന് ജിബ്രീൽ അല്ലാഹുവോട് ദുആർന്നപ്പോൾ റസൂലുള്ളാഹി ആമീൻ എന്ന് മൊഴിഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. മുഅ്മിനീങ്ങളെ, ഈ 3 ആമീനിൽ വല്ലാത്ത സംഭവം മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് മഹാന്മാര് പറയുന്നു. ഒന്നാമത്തേതായിട്ട് പറഞ്ഞത്, റമളാൻ വന്നിട്ട് പൊറുക്കലിനെ തേടാത്തവൻ അവനക്ക് നാശം സംഭവിച്ചിരിക്കുന്നു. സംഭവിക്കട്ടെ. ദുആർക്കുന്നതാരാണ്? മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. ആമീൻ പറയുന്നതാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്ത് ഉറപ്പ്, ഒരു നിലക്കും തട്ടാൻ യാതൊരു പഴുതുമില്ലാത്ത ദുആ. അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിന്റെ വളരെ പവിത്രമാകുന്ന റഹ്മത്തിന്റെ 10 നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഇന്ന് മുതൽ മഗ്ഫിറത്തിന്റെ 10ലേക്ക് നമ്മൾ ദുആ ഇറങ്ങല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പടച്ചോനെ, എന്റെ പാപങ്ങളെ പുറത്തുണ്ടട്ടോ അല്ലാഹ് എന്ന് ദുആ ഇറങ്ങപ്പോ ആത്മാർത്ഥമായി മനസ്സിൽ കരുതിയാൽ ഈ പറയപ്പെട്ട കൂലി അല്ലാഹു നമുക്ക് നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നുള്ള ഇനി മുതലുള്ള 10 ദിവസം മഗ്ഫിറത്തിന്റെ 10ൽ പരമാവധി എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും ശരി, അള്ളാഹിനോട് കേണപേക്ഷിച്ച് പറഞ്ഞാൽ നമ്മളെ റബ്ബിനെ പറ്റി നമുക്ക് ബോധ്യമില്ലായിട്ടാണ്. നമ്മളെ റബ്ബ്